സർ, മിത്ത് ഓർ നോട്ട്, മിത്താണോ അതോ റിയൽ ആണോ എന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. കോഫി ഇംപ്രൂവ്സ് മെമ്മറി. നോട്ട് എക്സാക്ട്ലി. കാരണം കോഫി കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഹൈ കിട്ടും, നമ്മളൊന്ന് അലർട്ടാവും, നമ്മുടെ സ്ലീപ്പൊക്കെ ഒന്ന് ഡിലേ ആവും. നമുക്കൊരു കുറച്ച് സമയത്തേക്ക് കോഫി കുടിച്ചൊക്കെ പഠിച്ചാൽ എല്ലാം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ തോന്നും. അപ്പം ചില ആൾക്കാർ ഒരു ഹാബിറ്റ് ആയിട്ട് ക്രിയേറ്റ് ആക്കുന്നുണ്ട്. ഇപ്പം നന്നായി കോഫി കുടിക്കുക, എന്നിട്ട് കുറേ സമയം പഠിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മുടെ സ്ലീപ്പ് വല്ലാണ്ട് ഡിലേ ആവും, നമ്മൾ ഭയങ്കര ബേൺ ഔട്ട് ആവാൻ സാധ്യതയുണ്ട്, റെസ്റ്റ്ലെസ് ആയിട്ട് നമ്മൾ കുറേ സമയം ഇരിക്കേണ്ടി വരും. അതുപോലെ നമ്മൾ നല്ല ആങ്ഷ്യസ് ആവും, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഭയങ്കര ആങ്സൈറ്റി വരാനുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഇതൊക്കെ നല്ല മെത്തേഡ് സ്റ്റഡിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോസസ്സുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആക്റ്റീവ് റീകോൾ ചെയ്യുക, നന്നായി റിവൈസ് ചെയ്യുക, സ്പേസ്ഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുക, ഓരോ ചാപ്റ്ററുകൾക്കും അർഹിക്കുന്ന സമയം കൊടുത്ത് അതിനെ പിന്നെയും റിവൈസ് ചെയ്യാനുള്ള മെത്തഡോളജികളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ മൈൻഡ് മാപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള റീകോളിംഗ് പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ചെയ്യേണ്ടത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മെമ്മറി ഇമ്പ്രൂവ് ആവും, നമ്മുടെ സ്റ്റഡി അടിപൊളിയാവും. അതിന് അധികം കോഫി കുടിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല.